CPI ഉയർത്തിയ കടുത്ത എതിർപ്പിന് പിന്നാലെ PM ശ്രീ പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്നോട്ട്. പദ്ധതിയെക്കുറിച്ച് പരിശോധിക്കാൻ 7 അംഗ മന്ത്രിസഭാ ഉപസമിതിയെ നിയോഗിച്ചു. റിപ്പോർട്ട് കിട്ടും വരെ പദ്ധതി മരവിപ്പിക്കും. മന്ത്രിസഭാ തീരുമാനം കേന്ദ്ര സർക്കാരിനെ രേഖാമൂലം അറിയിക്കും. മുന്നണിയെ അറിയിക്കാതെ വിദ്യാഭ്യാസ വകുപ്പ് രഹസ്യമായി ഒപ്പിട്ട PM ശ്രീ പദ്ധതിക്കെതിരെ CPI ഉയർത്തിയ കലാപക്കൊടി ഫലം കണ്ടു. CPIയുടെ മന്ത്രിസഭായോഗ ബഹിഷ്കരണ തീരുമാനത്തിന് പിന്നാലെ നടന്ന മാരത്തൺ ചർച്ചകൾക്കൊടുവിൽ പദ്ധതി മരവിപ്പിക്കാൻ തീരുമാനമായി. പദ്ധതി പുനഃപരിശോധിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി അധ്യക്ഷനായ മന്ത്രിസഭാ ഉപസമിതിയെ സർക്കാർ തീരുമാനിച്ചു. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ധാരണാപത്രം ഒപ്പിട്ടപ്പോൾ അതുമായി ഒട്ടേറെ വിവാദങ്ങളും ആശങ്കകളുമൊക്കെ ഉയർന്നു വന്ന സാഹചര്യം കണക്കിലെടുത്ത് ആ പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ച് റിവ്യൂ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ കാര്യം പരിശോധിച്ച് റിപ്പോർട്ട് ലഭ്യമാക്കുന്നതിന് 7 അംഗങ്ങളുള്ള ഒരു മന്ത്രിസഭാ ഉപസമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. CPIയിൽ നിന്ന് മന്ത്രി K രാജനെയും P പ്രസാദിനെയും 7 അംഗ ഉപസമിതിയിൽ ഉൾപ്പെടുത്തി. ഉപസമിതിയുടെ റിപ്പോർട്ട് വരും വരെ തുടർ നടപടികൾ നിർത്തിവെക്കും. ഇക്കാര്യം കേന്ദ്ര സർക്കാരിനെ അറിയിക്കും. വാർത്താസമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങളോട് മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.